നമുക്കറിയാം, വലിയ നാടകമാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ വേണ്ടി നടന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 10 ദിവസം നീണ്ടു നിന്ന വലിയ ചർച്ചകളാണ് നടന്നത്. എങ്ങും ആശങ്കകളായിരുന്നു. വലിയ വിജയം നേടിയ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ തന്നെ നിരാശയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കാരണം അവർക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചു, VD സതീശൻ മത്സരിച്ചു, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിച്ചു. അപ്പോൾ ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടി, ഇത് KC വേണുഗോപാലിൻ്റെ തിരിച്ചടിയായിട്ടാണ് എല്ലാവരും കരുതുന്നത്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് KC വേണുഗോപാൽ അറിയപ്പെടുന്നത്. അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാനുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവിൻ്റെ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ആരുടെ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്, ആരുടെ വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് കേവലം VD സതീശൻ്റെ വിജയമാണോ, അല്ല മുസ്ലിം ലീഗിൻ്റെ വിജയമാണോ? ഇതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് നടക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ, അതിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം ഈ ഒരു തിരിച്ചടി VD സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നത്, ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്യുന്നത്, എല്ലാ പരിപാടികളും നടത്തുന്നത്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. വ്യക്തിപരമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ അടുപ്പമാണ്. ആ രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ ഇപ്പോൾ ഇനി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനാക്കുമോ എന്ന സംശയം വരെ പലരും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഏതായാലും അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പകരം കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കിയാലോ എന്ന ചിന്തകൾ നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. സത്യത്തിൽ അതൊന്നും ഉടൻ തന്നെ നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പം എവിടെയാണ് പരാജയം പറ്റിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് മറ്റാരുമല്ല, രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവിടെ 3 സ്ഥാനാർത്ഥികളിൽ 3 പേരെയും 3 പ്രമുഖ നേതാക്കൾ 3 പേരെ പിന്തുണയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോണിയാഗാന്ധി പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയാണ്, പ്രിയങ്ക ഗാന്ധി പിന്തുണച്ചത് VD സതീശനെയാണ്, രാഹുൽ ഗാന്ധി പിന്തുണച്ചത് KC വേണുഗോപാലിനെ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുപ്പക്കാരനായ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും എന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ മുഴുവൻ. 63 കോൺഗ്രസ് MLA-മാരിൽ 42ഓളം പേർ ആരുടെ കൂടിയായിരുന്നു? KC വേണുഗോപാലിൻ്റെ കൂടിയായിരുന്നു. അതെല്ലാവരും കണ്ടതാണ്. ആളുകളൊക്കെ തന്നെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ആ പേപ്പറൊക്കെ ലീക്കാവുകയും ചെയ്തിരുന്നു. പിന്നീട് MLA-മാരുടെ പിന്തുണയാണ് ഏറ്റവും പ്രധാന കാര്യം. പിന്നീട് ആ പിന്തുണ നേടിയ ശേഷം കോൺഗ്രസിൻ്റെ 2 പ്രമുഖരായ നേതാക്കൾ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും അവർ നേരെ ഡൽഹിയിലേക്ക് പറക്കുന്നു. ഡൽഹിയിലേക്ക് പിന്നെ മറ്റ് നേതാക്കളെ വിളിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടൊക്കെ, കോൺഗ്രസിൻ്റെ MLA-മാരല്ലാത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടൊക്കെ കൺസൾട്ടേഷൻ നടത്തുന്നു. പിന്നീട് മുഖ്യമന്ത്രിമാർ, അതായത് മുൻ മുഖ്യമന്ത്രിമാരുമായിട്ടും മുൻ KPCC പ്രസിഡന്റുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ റോളാണ്. കാരണം സതീശൻ എന്തുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസം? സതീശൻ ആത്മവിശ്വാസം മുസ്ലിം ലീഗ് കൂടെ ഉള്ളത് കൊണ്ടാണ്. മുസ്ലിം ലീഗിൻ്റെ ആത്മവിശ്വാസം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ ആത്മവിശ്വാസം പ്രിയങ്ക ഗാന്ധിയെ തങ്ങളുടെ വരച്ച വരയിൽ നിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രിയങ്ക മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? വയനാട്ടിൽ നിന്നാണ്. ഇനി അവർക്ക് വയനാട്ടിൽ വീണ്ടും മത്സരിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആവശ്യമാണ്. ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചത്. അവരെ ജയിപ്പിച്ചത് ആരാണ്? അവരെ ജയിപ്പിച്ചത് മുസ്ലിം ലീഗുകാരാണ് ജയിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് തോറ്റാലും അവർക്ക് കേരളത്തിൽ വന്ന് ജയിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയാവുന്ന ഒരു കാര്യത്തിലേക്ക്, അത് KC വേണുഗോപാലിന് വേണ്ടി നിൽക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ടാണ് പ്രിയങ്ക ശക്തമായ നിലപാടെടുത്തത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം. ഇവിടെ മറ്റൊരാളുടെ കൂടി റോൾ നമുക്ക് കാണാൻ പറ്റും. അത് AK ആൻ്റണിയുടേതാണ്. AK ആൻ്റണി പൊതുവേ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ആളാണ്. അദ്ദേഹം തൊട്ടു മുമ്പത്തെ തലമുറയിലെ കോൺഗ്രസ് നേതാവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോണിയാഗാന്ധിയൊക്കെയുള്ള സമയത്തായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ട് ആൻ്റണി വിലസിയിരുന്നത്. ഇപ്പോൾ ആൻ്റണി തിരിച്ച് തിരുവനന്തപുരത്തെ വീട്ടിൽ അങ്ങനെ ഒരു വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പം ആൻ്റണി അവസാനം ഒരു കാര്യം പറഞ്ഞു: ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ചിലപ്പോൾ ഈ തവണ കിട്ടുന്ന
ഭൂരിപക്ഷം കിട്ടണമെന്നില്ല, ഈ വിജയം കിട്ടണമെന്നില്ല. കാരണം KC വേണുഗോപാൽ ഒരു ലോക്സഭാ മെമ്പറാണ്, ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ മെമ്പറാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവണമെങ്കിൽ ലോക്സഭാ സ്ഥാനവും രാജിവെക്കണം. അദ്ദേഹത്തിന് ഇനി മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഒരു നിയമസഭാ സ്ഥാനം മറ്റാരെങ്കിലും രാജിവെക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ 2 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും, അല്ലെങ്കിൽ ആലപ്പുഴയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് സോണിയാഗാന്ധിയോട് AK ആൻ്റണി അറിയിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ സമ്മർദ്ദം രാഹുൽ ഗാന്ധിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവസാനം രാഹുൽ ഗാന്ധിക്ക് മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയായിരുന്നു. അതായത് KC വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ അദ്ദേഹത്തിന് അത് നടത്താൻ കഴിയുന്നില്ല. കാരണം പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയ്ക്ക് വലുത് വയനാട് മണ്ഡലമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലുത് ലീഗിൻ്റെ പിന്തുണയാണ്. കാരണം ഇന്ന് കോൺഗ്രസ് മുസ്ലിങ്ങളുടെ മാത്രം സംഘടനയായിട്ട് പല സംസ്ഥാനത്തും അധപ്പതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ 70% ഹിന്ദുക്കളും BJPക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് 2 പേരാണ്, 2 മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അതേപോലെ ആസാമിൽ കോൺഗ്രസിൻ്റെ ജയിച്ച 19 MLAമാരിൽ 18 പേരും മുസ്ലിങ്ങളാണ്. അങ്ങനെ മുസ്ലിങ്ങൾ മാത്രമേ ഇപ്പോൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ളൂ. അപ്പോൾ കേരളത്തിലും വൻതോതിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ മുസ്ലിങ്ങൾ പിന്തുണച്ച സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു നിലപാടാണ് ആര് സ്വീകരിച്ചിരിക്കുന്നത്? കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്കയുടെ വാക്കുകളെ അല്ലെങ്കിൽ മുഖവിലക്കെടുക്കേണ്ടി വന്നത്. പ്രിയങ്കയാണെങ്കിൽ എങ്ങനെയെങ്കിലും പരിപൂർണമായ അധികാരം കോൺഗ്രസിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് രാഹുലിനെ മാറ്റി പ്രിയങ്കയെ അധികാര സ്ഥാനത്തെ കൊണ്ടുവരണം. കാരണം നിരവധി തെരഞ്ഞെടുപ്പുകൾ തോറ്റ ആളാണ് രാഹുൽ ഗാന്ധി. 2014 മുതൽ നിരവധി തെരഞ്ഞെടുപ്പുകളാണ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ സഖ്യത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായിരുന്ന DMK പോലും ഇപ്പം കോൺഗ്രസിനെ തള്ളിപ്പറയാണ്. മമതാ ബാനർജി തള്ളിപ്പറഞ്ഞു, ആം ആദ്മി പാർട്ടി തള്ളിപ്പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു അംബ്രല്ല ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി, ആ മുന്നണി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥിതിഗതികൾ വീണ്ടും വീണ്ടും ശോചനീയമാകുന്നത്. അപ്പോൾ രാഹുലിനെ മാറ്റിയാൽ മാത്രമേ കോൺഗ്രസിന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അഭിപ്രായമുള്ള നിരവധി പേർ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പം അവരുടെ ആവശ്യം കൂടി എന്താണ്? പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നയിക്കാൻ പറ്റുക. പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ ഛായയുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ കഴിവുണ്ട്, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വാദഗതികൾ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾക്ക് വില കൊടുത്തു. കാരണം ഒരു ഭാഗത്ത് ആൻ്റണിയെ പോലത്തെ ഒരാൾ പറയുകയാണ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നില്ല, അപ്പോൾ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന് AK ആൻ്റണി സോണിയാഗാന്ധിയെ ഒക്കെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്ക് ഒരേ നിലപാടിലെത്തുന്നത്, VD സതീശനെ എത്തിക്കണം എന്ന്, അല്ലെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരു പ്രധാനപ്പെട്ട സമ്മർദ്ദം മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ കാലുവാരിയാൽ കോൺഗ്രസ് തോക്കും. അപ്പോൾ മുസ്ലിം ലീഗ് കാലുവാരും എന്നവർ പറഞ്ഞു, ഞങ്ങളൊരു സഹകരണമില്ല, ഞങ്ങൾ UDF യോഗത്തിലേ പങ്കെടുക്കുന്നില്ല, VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ UDF യോഗത്തിലേ പങ്കെടുക്കുന്നില്ല. അപ്പം തങ്ങളുടെ പാർട്ടിയുടെ ആളായ ഒരു നേതാവിനെ, ആ നേതാവിനെ തങ്ങളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്വതന്ത്രമായ അധികാരമാണ്. പക്ഷെ അതിൽ കൈകടത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ന ആളായിരിക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു മുസ്ലിം ലീഗ് ചെയ്തത്. ആ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്തുള്ള ഉൾപ്പിരിവുകൾ, കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങൾ അത് വർദ്ധിപ്പിക്കാനേ ഇടയാക്കൂ. രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ കയ്യിലെടുക്കാൻ പറ്റിയത് കൊണ്ടാണ് VD സതീശന് രാഹുൽ ഗാന്ധിയെ പോലെ ഏറ്റവും മേധാശക്തിയുള്ള നേതാവിനെ എതിർത്തിട്ട് പോലും അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞത്. അപ്പം അത് കോൺഗ്രസിനകത്ത് രാഹുലും പ്രിയങ്കയും തമ്മിലുള്ള വടംവലി മൂർച്ഛിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്.